പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഈ വ്യാഴാഴ്ച ദിവസം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിച്ചു ധ്യാനിക്കുന്നത്. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതരായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് എന്നുള്ള വിശദീകരണങ്ങളൊക്കെ ഈശോ നൽകുന്ന തിരുവചന ഭാഗമാണിത്. യജമാനൻ, നമ്മുടെ യജമാനനായ ഈശോ നമ്മളെ സന്ദർശിക്കാനായി വരുമ്പോഴേക്കും ഈ 24 ദിവസങ്ങൾ കൊണ്ട് ക്രിസ്തുമസിന് വേണ്ടി, യജമാനന്റെ വരവിന് വേണ്ടി ആത്മീയമായി ഒരുങ്ങാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് വേണ്ടത് 2 പുണ്യങ്ങളാണെന്നും ഇവിടെ തിരുവചനം എടുത്ത് പറയുന്നു: വിശ്വസ്തതയും വിവേകവും. വിശ്വസ്തയോടെയും വിവേകത്തോടെയും ജോലി ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് സുവിശേഷം നൽകുന്നത്. ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളും ഉത്തരവാദിത്വങ്ങളും കൃത്യമായും സന്തോഷത്തോടെയും ചെയ്യുന്നവരാണ് ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തരും വിവേകികളും. ഈശോ പറയുന്ന അതാണ്. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ അവൻ സന്തോഷത്തോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുന്നു. കാരണം അവൻ വിശ്വസ്തനാണ്. യജമാനനോട് അവൻ തന്റെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിവേകിയാണ്. ഏത് സമയത്ത് ചെയ്യണമെന്നുള്ള ബോധ്യം അവനുണ്ട്. അതുകൊണ്ട് തന്നെ സമയം നഷ്ടപ്പെടുത്താതെ അവൻ ആ ജോലികൾ ചെയ്യുന്നു. അതുകൊണ്ട് ജോലികൾ, കടമകൾ കൃത്യമായി നിർവഹിക്കുന്നവർ വിശ്വസ്തരും വിവേകികളുമാണ്. ജോലി കൃത്യമായി ചെയ്യുന്നതിന് കാരണം ഈ വിശ്വസ്തതയും വിവേകവും ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. ഏൽപ്പിച്ച ആളോട് വിശ്വസ്തതയും ഇത് തന്റെ കടമയാണെന്ന ബോധത്തോടെ ചെയ്യാനുള്ള വിവേകവും ഉള്ളത് കൊണ്ടാണ് അവർ ആ ജോലികൾ സമയത്ത് കൃത്യമായി ചെയ്യുന്നത്. വിശ്വസ്തത ഇല്ലായ്മയും വിവേകമില്ലായ്മയും ഇടയും തെളിവാണ് വളഞ്ഞ വഴികളിലൂടെ, അനുചിത ചിന്തകളിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. വിശ്വസ്തതയും വിവേകവും ഇല്ലാത്ത ഭൃത്യർ ചെയ്യുന്നത് യജമാനൻ സ്ഥലത്ത് നിന്ന് മാറിക്കഴിയുമ്പോൾ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാനും, കൂടെയുള്ളവരെ മർദ്ദിക്കാനും, അലസതയോടെ ജീവിക്കാനും, മദ്യപിച്ച് ഉന്മത്തരാകാനും ഒക്കെ തുടങ്ങുന്നതിനെ കുറിച്ചും സുവിശേഷം പറയുന്നു. നമ്മുടെ മനസ്സിൽ യജമാനൻ വരാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഈ അവസരത്തിൽ ഏത് തരം ബോധമാണ് ഉള്ളത്? നമുക്ക് വിശ്വസ്തതയും വിവേകവും കലർന്ന ചിന്തകളാണോ, അതെയോ അലസ ചിന്തയും കാര്യഗൗരവവും ഇല്ലാതെ പ്രവർത്തിക്കാനുള്ള ചിന്തകളുമാണോ നമ്മുടെ മനസ്സിലുള്ളത്? നമ്മുടെ യജമാനനായ ഈശോ നമ്മളെ കാണാൻ 24 ദിവസങ്ങൾക്ക് ശേഷം വരുന്നു എന്നുള്ള ആ വലിയ ഓർമ്മപ്പെടുത്തലിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, കടമകൾ എല്ലാം വിശ്വസ്തയോടെ, വിവേകത്തോടെ ചെയ്ത് ആത്മീയമായും ഭൗതികമായും ഈശോയുടെ യജമാനന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ എപ്രകാരം ആത്മീയമായി ഭൗതികമായി ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, വിശ്വസ്തയോടെ, വിവേകത്തോടെ, അങ്ങയോടുള്ള വിശ്വസ്തത ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടും ഞങ്ങളുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ചിന്തകളിലും വിവേകം സൂക്ഷിച്ചുകൊണ്ടും അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.